ഹലോ, ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ മോള് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അപ്പോൾ ഉമ്മ ഇന്നലത്തെ പായസമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പാലിന് പകരം രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടായത്. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മുട്ടയപ്പവും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ കട്ട് ചെയ്ത് ബാക്കി കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു. പിന്നെ മോൾക്ക് ഉറക്കം വന്നേരം മോൾ അടുത്ത് കിടത്തിയിട്ട് എങ്ങനെയൊക്കെയോ ഉറക്കി. പിന്നെ പതിയെ അടുത്തുനിന്ന് എണീച്ചിട്ട് എങ്ങനെയൊക്കെയോ റൂമിൽ നിന്ന് പുറത്ത് കിടന്നു. പിന്നെ കിച്ചണിൽ എത്തുമ്പോൾ ഉണ്ട് ഉമ്മ ബീംസും പിടിച്ച് നിൽക്കുന്നത്. അപ്പം എന്നെ കണ്ടാട് എന്നോട് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതിലേറ്റവും ടാസ്ക് പിടിച്ച പണിയെന്ന് വെച്ചാൽ അതിൻ്റെ നാര് ഇതുപോലെ ഇങ്ങനെ പറിച്ച് കളയലാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പായസം കുടിച്ചു കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നത് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചടി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. പച്ചടി എന്ന് വെച്ചാൽ കക്കിരിക്ക പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടുന്നുണ്ട്. കുറച്ച് മാത്രമേ വേണ്ടൂ കേട്ടോ. പിന്നെ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 സ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി വേണം. അത് ഇല്ലാതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി പിരിച്ചിട്ടു. പിന്നെ റൂമിൻ്റെ സൈഡിലായിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റാക്കി. അങ്ങനെ മോളെ ഉമ്മാരേമ്മ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പകുതിയാക്കി വെച്ചിട്ടുള്ള പണി വീണ്ടും തുടങ്ങി. കക്കിരിക്ക ഈ ഒരു രീതിയിലൊന്ന് തറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കക്കിരിക്കക്ക് പകരം ഈ ഒരു രീതിയിൽ തന്നെ വെള്ളരിക്കയും വഴുതനങ്ങയും വേവിച്ചിട്ടും ആക്കലുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേരും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ബീംസൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞി ഉമ്മാരയിലുള്ളതുകൊണ്ട് എന്നോട് നോക്കാൻ പറഞ്ഞിട്ട് ഞാനതൊക്കെ ഒന്ന് ഇളക്കി. പിന്നെ അതുപോലെ തന്നെ കറിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി. ടോയ്സൊക്കെ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സ് ഇന്നലത്തെ കേക്കിൻ്റെതായിരുന്നു. ഇതൊക്കെ അനിയൻ്റെ പണിയാണ് കേട്ടോ. അതൊക്കെ മാറ്റിയിട്ട് സോഫയൊക്കെ ഒന്ന് തട്ടിപ്പിരിച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ ഇന്നലെ കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലോണമായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലിട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഉമ്മ അത് കൊണ്ടുപോയിട്ട് ടേബിളിൽ മൊത്തം തട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഗോൾഡൻ കളറിൽ വരുന്ന ബോൾ മാത്രം കളർ അളകുന്നുണ്ടായിന്. ബാക്കിയൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ബോക്സൊക്കെ ഉണ്ടായിരുന്നു കളയാനായിട്ട്. പിന്നെ നമ്മളെ റൂമിലുള്ള ടേബിളൊക്കെ അലങ്കോലായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഈ ഒരു മാറ്റൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് വിരിച്ചിട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ റോൾ ചെയ്ത് ഇപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പ ഫുഡ് കഴിക്കാൻ ഇരുന്നേരം മോളിയും അവിടെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഫുഡ് കഴിച്ചു. കക്കിരിക്ക പച്ചടിയും അതുപോലെ തന്നെ ബീംസ് വറവും പിന്നെ ഇറച്ചിക്കറിയായിരുന്നു. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ടേബിൾ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. സാധാരണ ഉമ്മയാണ് ക്ലീൻ ആക്കൽ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ക്ലീൻ ആക്കണം തോന്നിയപ്പോൾ ക്ലീൻ ആക്കി. പിന്നെ മോളാണെങ്കിൽ ഉമ്മാരുടെ അടുത്ത് ഉണ്ടായത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാനും മോളും റൂമിലിരുന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ തന്നെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ കിടന്നിട്ട് ഞാനും ഉറങ്ങിപ്പോയി. സാധാരണ ഞാൻ പകലങ്ങനെ മോളെ കൂടെ കിടന്ന് ഉറങ്ങാറില്ല. പക്ഷെ ഇന്നത്തെ ദിവസം മൊത്തം ഉറക്കം തന്നെ ആയിപ്പോയി. അങ്ങനെ ഉറങ്ങിയാൽ പിന്നെ ഒന്നിനൊരു മൂഡ് കിട്ടാറില്ല. പിന്നെ എണീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ പായസം എടുത്ത് കുടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ മോളെണീച്ച് മോളെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ മഗ്‌രിബ് പോകാൻ കൊടുത്തതിന് ശേഷം കർട്ടനൊക്കെ ഞാൻ താത്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ രാത്രിയാകുമ്പോൾ തുറന്ന് വെക്കുന്നത്. ഞാനെല്ലാം അടച്ചിടും. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ രാത്രിത്തേക്ക് ഫുഡ് ആക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഓയിലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കാറ്. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടാറില്ല കേട്ടോ. വിചാരിച്ചാൽ കിട്ടിയൊക്കെ ചെയ്യും. പക്ഷേ സ്പീഡിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പല ഷേപ്പിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് റൗണ്ട് ഷേപ്പൊക്കെ ആക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചിട്ടുള്ള കിണ്ണുമില്ലേ, അതുതന്നെ അതിൻ്റെ നമ്മൾ പരത്തിയിട്ടുള്ള ചപ്പാത്തിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചപ്പാത്തി ചെറുതായിട്ടൊന്ന് പൊന്തി വരുമ്പോൾ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ടിട്ടും ചെറുതായിട്ട് പൊന്തി വരുമ്പോൾ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് പൊന്തി വരും. ചിലതൊക്കെ പ്രസ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം പൊന്തി വരും. അപ്പോൾ ഇന്ന് പൊന്തലൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഉപ്പാക്ക് നല്ലപോലെ ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് ഉപ്പാക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായ ടൈമിൽ ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ രാത്രി ഫുൾ ചപ്പാത്തി തന്നെയായിരുന്നു.
അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഞാനിപ്പോൾ കുറച്ച് എക്സ്പേർട്ടായി. ഇപ്പോൾ ചപ്പാത്തി ആരുണ്ടാക്കാൻ പറഞ്ഞാലും പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ പരത്താനാണെങ്കിലും അങ്ങനെയൊക്കെ. പക്ഷെ ആദ്യം അങ്ങനെയല്ല കേട്ടോ, ആദ്യം ഭയങ്കര ടാസ്ക് പിടിച്ച പണിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വത്തക്കയും കൂടി കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും കട്ട് ചെയ്തിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തു. നമ്മളെ ചപ്പാത്തി കാണാൻ ലുക്കില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്. മോളും ഉമ്മാരുടെ കൈമേലുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞാനും വേഗം ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, രാത്രിക്ക് ഉച്ചക്കത്തെ ഒരു പിടി ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാവും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ ഞാനും മോളും കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു. ഇവിടെ എങ്ങനെ ഉറങ്ങുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഫാനിൻ്റെ ലൈറ്റ് ഇട്ട് കളിയായിരുന്നു കുറച്ച് ടൈമിൽ. അതൊക്കെ കാണിച്ച് കളിപ്പിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റിമോട്ട് ഓള് കൈക്കലാക്കി. പിന്നെ ഓളെ വകയായിരുന്നു ലൈറ്റ് ഇട്ട് കളി. പിന്നെ കളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ. ബായ്.